എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ CPIMന്റെ സമരാഭാസം ഇന്നലെ കഴിഞ്ഞതേയുള്ളൂ. ഇന്നും കേരളത്തിലെ SFIക്കാർ നേതൃത്വത്തിൽ പഠന മേഖലയിലും ചില അഴിഞ്ഞാട്ടങ്ങളും നമ്മൾ കണ്ടു. എന്തായാലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനും കമ്മ്യൂണിസം എന്ന വാക്കിനും അധിക നാൾ ആയുസ്സില്ല എന്ന് മനസ്സിലാക്കി തന്ന 2-3 ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. നമുക്കറിയാം, കാരണഭൂതനും അദ്ദേഹത്തിൻ്റെ മന്ത്രി പുങ്കുവന്മാരും ഒക്കെ ചേർന്ന് ഈ നാടിനെ ഭരിച്ചു മുടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇനി എന്തായാലും ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നിലവിലെ സാഹചര്യത്തിലെങ്കിലും ജനവിധി ഇവർക്ക് എതിരാണ്. ഇനി മറ്റൊന്നാണ് രാഷ്ട്രീയ അഹങ്കാരവും അഹന്തയും. ഒരു തരത്തിൽ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന നെകളിപ്പിൻ്റെ ഭാഗമായി പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ആളുകളെ അഴിച്ചുവിട്ട് രാഷ്ട്രീയ ഗുണ്ടായുസവും ട്രേഡ് യൂണിയൻ ഗുണ്ടായുസവും ഒക്കെ കാണിച്ച് നാട്ടുകാരെ ഖരാബോ ചെയ്യുന്ന, അന്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ ആപ്പ് വയ്ക്കുന്ന CPMകാരെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് കുറച്ച് ചരിത്രം കൂടി പറയേണ്ടതുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ കമ്മ്യൂണിസം വിജയിച്ച ചരിത്രമുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം ലഭിക്കുമ്പോൾ CPMകാർ പറയും ചൈനയിലേക്ക് നോക്കൂ എന്ന്. ചൈനയിൽ എവിടെയാണ് കമ്മ്യൂണിസം എന്നത് CPMകാർക്ക് നല്ലതുപോലെ അറിയാം. ഇനി അവിടെ ഉണ്ടെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് അസ്ഥികൂടം മാത്രമാണുള്ളത്. സാമ്പത്തിക മേഖലയൊക്കെ പൂർണ്ണമായും ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള വ്യവസ്ഥിതിയാണ് ചൈനയിലുള്ളത്. നിങ്ങളൊരു പക്ഷേ ഗുലാഗ് ക്യാമ്പുകൾ എന്ന് കേട്ടിട്ടുണ്ടാകും. സോവിയറ്റ് റഷ്യയിൽ വളരെ പ്രമാദമായിരുന്നു സ്റ്റാലിൻ്റെ ഭരണകാലഘട്ടത്തിൽ. നരകയാതന അനുഭവിച്ച് 15 മുതൽ 18 മില്യൺ ആളുകളെയാണ് സ്റ്റാലിൻ തനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തനിക്കെതിരെ സംസാരിച്ച ആളുകളെ കൊന്നു തള്ളിയത്. നരകയാതന അനുഭവിച്ചാണ് അവർ മരിച്ചത്. കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുൻപ് വരെ യുക്രൈനിലെ, പണ്ട് സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്നല്ലോ യുക്രൈനിൽ ഈ ഗുലാഗ് ക്യാമ്പുകളിലെ ആളുകളുടെ തലയോട്ടികളൊക്കെ കണ്ടെടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ഗുലാഗ് ക്യാമ്പുകൾ റഷ്യയിലാണെങ്കിൽ എന്തായിരുന്നു ചൈനയിലെ മാവോ സേതുങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? എന്താണ് പോളണ്ടിൽ സംഭവിച്ചത്? എന്താണ് ക്യൂബയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് നടപ്പിലാക്കുന്ന കൊറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ലോകത്തെല്ലായിടത്തും എങ്ങനെയാണോ കമ്മ്യൂണിസം ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നത്, എങ്ങനെയാണോ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കൂച്ചുവിലങ്ങിടുന്നത്, അത് ചരിത്രത്തിൽ എന്നോളം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കാണുകയും ചെയ്യും. നമ്മളത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടതുമാണ്. പൂർണ്ണമായും പ്രൈവറ്റ് സ്വത്തിനെ എതിർക്കുന്ന, ജനാധിപത്യത്തെ തന്നെ എതിർക്കുകയും തൊഴിലാളി വർഗാധിപത്യത്തെ മാത്രം അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു ഇസമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യമില്ല. അപ്പോൾ ലോകത്തെവിടത്തും അവർക്ക് ഈ ഇസം പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ട് അവരേറ്റവും ഒടുക്കം ഇന്ത്യയിൽ എങ്ങനെയും പിടിച്ചു നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് ആ തൊഴിലാളി വർഗാധിപത്യം എന്നുള്ളതൊക്കെ ഉള്ളിലൊതുക്കി ക്യൂബ മുകുന്ദനെ പോലെ ബാത്റൂമിൽ കയറി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച അവസാനം ലോകത്തിൽ ആദ്യമായി ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായി കേരളത്തിലേത് മാറുന്നുമുണ്ട്. ഇവരെങ്ങനെയാണ് അധികാരത്തിൽ കയറിയതെന്നും അധികാരം ഇപ്പോഴും നിലനിർത്തുന്നതെന്നും നോക്കൂ. മതപ്രഭുക്കന്മാരുടെ കാല് പിടിച്ചും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കാല് നക്കിയുമൊക്കെയാണ് ഇവർ ഇപ്പോഴും നിൽക്കുന്നത്. സാധാരണക്കാരുടെ ആളുകളുടെ മുന്നിൽ നോക്കൂ, ഞങ്ങൾ തൊഴിലാളികളുടെ പ്രതിനിധികളാണെന്ന് പറയുന്നു. കുറച്ച് നാളുകൾക്ക് അവർക്ക് എന്തെങ്കിലും അപ്പകഷ്ണങ്ങളൊക്കെ വാരി വിതറി കൊടുക്കുന്നു. ഏറ്റവും ഒടുക്കം ഒന്നും പരീക്ഷിച്ച് വിജയിക്കാതെ വരുമ്പോൾ കുറേ കാശ് മുടക്കി PR സ്റ്റണ്ട് നടത്തി അതിൽ പബ്ലിസിറ്റി ഉണ്ടാക്കി എടുത്തുകൊണ്ടുവരും. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇതാണ് ഇവരുടെ ഗതികെട്ട അവസ്ഥ. എന്തായാലും നിലമ്പൂരിലെ പരാജയത്തോടെയെങ്കിലും ഇവർ പഠിക്കുമെന്ന് വിചാരിച്ചെങ്കിലും അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ക്ഷീണം മാറും മുന്നേ തന്നെ അടുത്ത ഹർത്താലിലും അവരവരുടെ തനി സ്വഭാവം കാണിച്ചു. തെരുവുകളിറങ്ങി സാധാരണക്കാരുടെ അവകാശങ്ങളെ മുഴുവനും ധ്വംസിച്ചുകൊണ്ട് അവർ പൂർണ്ണമായും അർത്ഥത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കമ്മ്യൂണിസം കേരളത്തിൽ കൂടി ഉള്ളൂ. ആ ഉള്ള കമ്മ്യൂണിസം കൂടി എന്തായാലും ശവപ്പെട്ടിയിൽ കയറാൻ പോവുകയാണ്. എനിക്കുറപ്പാണ്, ബംഗാളിലും ത്രിപുരയിലും പോലെ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ കല്ലെറിയുന്ന നാൾ അതിവിദൂരമല്ല. പക്ഷേ ഇതിലൊക്കെ രക്ഷപ്പെട്ടു പോയ ഒരാളുണ്ട്. അത് കേരളത്തിൻ്റെ കാരണഭൂതനും അഖില കേരള ചക്രവർത്തിയുമായ പിണറായി വിജയനാണ്. അദ്ദേഹം എന്തായാലും അമേരിക്ക തെമ്മാടി രാജ്യമാണെന്നും ബൂർഷ്വാ രാഷ്ട്രമാണെന്നും ഒക്കെ പറയുകയും അമേരിക്ക സൈനിസ്റ്റ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുക്കം 4ാമത്തെ തവണയും അദ്ദേഹത്തിന് ചികിത്സാർത്ഥം അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും അവിടെ ആശുപത്രി കിടക്കയിൽ പോപ്കോണും ഒക്കെ തിന്നുകൊണ്ട് കാരണഭൂതൻ അവിടെ ഇരുന്ന് കേരളത്തിലെ ഈ കുട്ടിക്കുരങ്ങന്മാരുടെ കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് എന്തായാലും ഉറപ്പാണ് അടുത്ത വർഷം ഭരണം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. അതുകൊണ്ട് അഴിച്ചു വിടട്ടെ ഇതുങ്ങളെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അതിഭീകരമായ ജനവിരോധമുണ്ട്. ആ ജനവികാരം എന്തായാലും അലയടിച്ചുകൊണ്ടിരിക്കും. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി ഒരു പൊടിക്കൊന്ന് അടങ്ങി മര്യാദയ്ക്ക് ജനങ്ങളുടെ രോഷം മനസ്സിലാക്കി അവർക്കനുകൂലമായി പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം മുച്ചൂടും മുടിയുന്ന കമ്മ്യൂണിസം കേരളത്തിലെങ്കിലും ഒരുപക്ഷെ നിലനിന്നു പോകും. നന്ദി, നമസ്കാരം.